അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിഷു അമ്പോട്ടെ വീട്ടിൽ അത്യാഹ്ലാദപൂർവ്വം ആഘോഷിക്കണമെന്ന് അർച്ചന തീരുമാനിക്കുകയാണ് കേട്ടോ. അതേസമയം അതിൽ രുക്ക് ഇടങ്കോലിടുകയാണ്. കാരണം ചന്ദ്രയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ നീ വിഷു ആഘോഷിക്കാൻ നിൽക്കരുത്, നീയും അച്ചും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചനയോട് അത് രുക്ക് പറയുകയാണ്, ഞാനും അച്ചും കൂടിയിട്ട് ചന്ദ്രകാന്തത്തിലേക്ക് പോവുകയാണ്, ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് വിഷു ആഘോഷിക്കാൻ പോവുകയാണ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മുടെ അർച്ചന എതിർക്കുകയാണ്, വേണ്ട നീ ഇപ്പോൾ പോകണ്ട, ഇവിടെ വിഷു ആഘോഷിച്ചതിന് ശേഷം പോയാൽ മതി എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ രുക്കുവിനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. എപ്പോഴും അതെ, ചേച്ചി എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ ചേച്ചി ആ സന്തോഷം ഒഴിവാക്കും, അതാണ് സാധാരണ പതിവ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അച്ഛനും കൂടി ദേഷ്യം വരും, നീ എന്താ രുക്കു ഇങ്ങനെ പറയണേ, എന്തായാലും ശരി ഇവിടെ ആഘോഷിച്ചതിന് ശേഷം നമുക്ക് നാളെ പോകാം എന്ന് പറയണം കേട്ടോ. മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് രുക്കു അതിന് സമ്മതിക്കുകയാണ്. പിന്നീട് അമ്പാട്ട് വീട്ടിൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. ഉണ്ണിക്കണ്ണനെ വെക്കലും വിഷുക്കണി ഒരുക്കലും എല്ലാം ആഘോഷിക്കുകയാണ് കേട്ടോ. അതിന് സഹകരിച്ചിട്ട് രുക്കും മഞ്ജും എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. പണി കൊടുക്കണം വിചാരിക്കുകയാണ്, എങ്കിലും അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല, അവർ ആഘോഷം അതിഗംഭീരമായിട്ട് നടക്കുകയാണ് കേട്ടോ. അതേസമയം കണി കാണാൻ വേണ്ടിയിട്ട് അച്ചു രാവിലെ തന്നെ ചേച്ചിയെ വിളിക്കാൻ കേട്ടോ. ചേച്ചിയെ വിളിച്ചിട്ട് അർച്ചനെ വിളിക്കാൻ പോകുമ്പോഴേ ചേച്ചിയുടെ അടുത്ത് അച്ചു പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ചേച്ചിയെ കണി കാണുന്നതാണ് ഏറ്റവും സന്തോഷം, അതിൽ കൂടുതൽ എനിക്കൊരു സന്തോഷവും ഇല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അമ്പാട്ട് വീട്ടിൽ ഭയങ്കര ആഘോഷമാണ്, വിഷു ആഘോഷം അടിച്ചു പൊളിച്ച് നടക്കുകയാണ് കേട്ടോ. അതേസമയം അതിനുശേഷം അച്ഛനോട് വന്നിട്ട് അർച്ചന പറയണം, മോനെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, അത് എത്ര പറഞ്ഞാലും നിന്നോട് പറഞ്ഞാൽ തീരില്ല, അത്രയും സന്തോഷമാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാകും, എൻ്റെ ചേച്ചിയുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്നിങ്ങനെ അച്ചു പറയുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രയും രുക്കും കൂടി വിചാരിച്ച പ്ലാനൊന്നും നടന്നില്ല. അമ്പാട്ട് വീട്ടിൽ അതിഗംഭീരമായിട്ട് തന്നെ വിഷു ആഘോഷം നടന്നു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?